കേരളത്തിലെ ജനവിധി എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണിപ്പോൾ. മൂന്ന് മുന്നണികളും ലാഭനഷ്ട കണക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. പലയിടങ്ങളിലും വോട്ട് മറിച്ചതിന്റെയും ക്രോസ് വോട്ടിംഗിന്റെയും കള്ളവോട്ട് നടത്തിയതിന്റെയും ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പ്രാഥമിക വിലയിരുത്തലുകൾക്ക് ശേഷം സീറ്റുകളുടെ കാര്യത്തിൽ നിഗമനങ്ങളിലെത്തിയിരിക്കുകയാണ് മൂന്ന് പാർട്ടികളും. ഇതുവരെ പുറത്തുവന്ന അഭിപ്രായ സർവേകൾ കേരളത്തിൽ UDF-നാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. ശബരിമല വിഷയം ഇടതുപക്ഷത്തെ ബാധിക്കുമെന്നും സീറ്റുകൾ കുറയാൻ അത് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ 20 മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർത്ഥികൾക്ക് LDF വിജയ സാധ്യത കാണുന്നു. ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ വീണിട്ടുണ്ടാവുക കൃത്യമായ രാഷ്ട്രീയ വോട്ടുകൾ തന്നെയാവണം. അവസാനത്തെ ഇടത് വോട്ടും തങ്ങൾക്ക് തന്നെ ഉറപ്പാക്കാൻ പഴുതടച്ച തിരഞ്ഞെടുപ്പ് പ്രവർത്തനം LDF നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല കാര്യമായി ബാധിക്കില്ല എന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ 8 മുതൽ 12 വരെ സീറ്റുകളാണ് LDF പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, ആലത്തൂർ, ചാലക്കുടി, തൃശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് LDF വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. ഇവ 7ഉം LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സിറ്റിംഗ് സീറ്റുകളിൽ LDF-ന് പ്രതീക്ഷയില്ലാത്തത് ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും ഏറ്റുമുട്ടുന്ന ഇടുക്കിയിലാണ്. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയവും വടകരയും ഇത്തവണ UDF-ൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള പ്രതിഷേധമായും നിഷ്പക്ഷ വോട്ടുകൾ LDF-ന് ലഭിക്കുമെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നു. UDF കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 13 മുതൽ 17 വരെ സീറ്റുകളാണ്. പോളിംഗ് കുതിച്ചുയർന്നത് തങ്ങൾക്ക് നേട്ടമാകുമെന്നും സീറ്റുകളുടെ എണ്ണം 17 മുതൽ 19 വരെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന കണക്കുകൂട്ടലിലാണ് UDF നേതാക്കൾ. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും UDF കരുതുന്നു. കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ LDF-ൽ നിന്നും ശക്തമായ മത്സരമാണ് നേരിട്ടതെന്ന് UDF സമ്മതിക്കുന്നു. കൊലപാതക രാഷ്ട്രീയം വലിയ ചർച്ചാ വിഷയമായത് കാസർഗോഡ് അട്ടിമറി നടക്കാൻ കാരണമാകും. ആലത്തൂരിൽ രമ്യ ഹരിദാസ് ഉണ്ടാക്കിയ ഓളം വിജയത്തിലേക്ക് എത്തിക്കുമെന്നും UDF നേതാക്കൾ കരുതുന്നു. പാലക്കാടുള്ള നേതാക്കളും പ്രവർത്തകരും ആലത്തൂരിലെ രമ്യ ഹരിദാസിനു വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ വലിയ വീഴ്ചയായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 3 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം BJP-യുടെ പ്രതീക്ഷ K. സുരേന്ദ്രന്റെ പത്തനംതിട്ട മണ്ഡലത്തിലും കുമ്മനം രാജശേഖരന്റെ മണ്ഡലമായ തിരുവനന്തപുരത്തുമാണ്. ഇതോടൊപ്പം തന്നെ 5 മണ്ഡലങ്ങളിൽ വരെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് BJP. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Iva Silks, Kasargod, Kaningad, Mangalore.